ഇത്തവണ പൊക്കുന്നുവാർഡിൽ UDF സ്ഥാനാർത്ഥിയായി എത്തുന്നത് പുതുമുഖമായ ഷമീമ മുഹസിനാണ്. ഈ വാർഡിലുള്ള ആളുകൾക്ക് ഈ ഷമീമ ഒരു പുതുമുഖമല്ല. അപ്പോൾ നമുക്ക് ഷമീമയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ചെറിയൊരു തിരക്കിലാണ് ആള്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഇപ്പോൾ ചായക്കട നടത്തുകയാണ്, കൂടുതൽ എന്താ പറയുക കച്ചവടം നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പ്രചരണം എങ്ങനെയാണ് നടക്കുന്നത്? പ്രചരണം അതിൻ്റെ വഴിക്ക് നമ്മൾ രാവിലെ ഒരു 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ലൊരു കൂട്ടത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രചരണം തന്നെയാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് സമയം ഇതെടുക്കും. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ പ്രചരണത്തിൽ ഇറങ്ങും. ഒരു 6 മണി വരെയൊക്കെ നല്ല സജീവമായിട്ടുള്ളൊരു പ്രചരണം തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ 1ാം ഘട്ടം റൗണ്ട് പൂർത്തിയായി. ഇന്ന് മുതൽ 2ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ ഇറങ്ങി. അത് ഉഷാറായിട്ട് തന്നെയാണ് നടക്കുന്നത്. നല്ല പ്രതികരണമാണ് നമുക്ക് എല്ലാ വീടുകളിൽ നിന്ന് കിട്ടുന്നത്. LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ്. ഇത്തവണ ചേച്ചിയാണ് ഇറങ്ങുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷ? എത്ര വോട്ട് കിട്ടുമെന്നാണൊക്കെ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ഇറങ്ങിയത് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല പ്രതികരണമാണ്. അതുകൊണ്ട് നല്ലൊരു ഭൂരിപക്ഷം ഇറങ്ങുന്ന എനിക്കും എൻ്റെ കൂടെ ഇറങ്ങുന്ന എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. നല്ലൊരു UDF ഭരണം തിരിച്ചു വരും. ഈ വാർഡിലും കോർപ്പറേഷൻ വരുന്നതിനോടൊപ്പം നമ്മളെ വാർഡും ഒരു UDF ഭരണം ഏറ്റെടുത്ത് നല്ലൊരു വാർഡായിട്ട് മാറും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ എല്ലാവരിലും ഉണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ കുറേ വർഷങ്ങളായിട്ട് LDFൻ്റെ കയ്യിലാണ്. പലരും ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം കൂടുതൽ വികസനങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് എവിടെയും നടന്നിട്ടില്ല. റോഡുകൾ പലതും പൊളിഞ്ഞു കിടക്കുകയാണ്. ജനങ്ങൾ കുറേ പരാതി കൊടുത്തിട്ടൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് UDF ഈ ഒരു പ്രചരണത്തിൽ ഉയർത്തിക്കാട്ടുന്ന കാര്യങ്ങൾ? സർക്കാരിൻ്റെ ഭാഗത്ത് നമ്മളെപ്പോഴും മാധ്യമങ്ങൾ വഴി മറ്റും നമ്മൾ അറിയുന്നത് കോടികൾ ഫണ്ട് പാസ്സായി. പക്ഷേ കോർപ്പറേഷനിലായാലും വികസനങ്ങളില്ല. അവിടെ അവരുടെ അഴിമതികളും മറ്റും കൊണ്ട് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് വികസനങ്ങൾ എത്തുന്നില്ല. അതാണ് ഈ ഒരു സമയത്ത് എല്ലാവരുടെയും മനസ്സിന് UDF തന്നെ വരണമെന്നും ഈ ഒരു സമയം എല്ലാ UDFനും അനുകൂലമായ ഒരു സാഹചര്യമാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരു മാറ്റത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു UDF ഭരണം മൊത്തത്തിൽ വരും. കോർപ്പറേഷനിൽ UDF ഭരണം ഏൽക്കുമെന്നുള്ളതിൻ്റെ ഒരു കാഴ്ചയാണ് ഇതുവരെ നമുക്ക് കിട്ടിയത്. ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കച്ചവടവും ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലണം, കൂടുതൽ ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, രണ്ടും കൂടെ എങ്ങനെയായിരിക്കും കൊണ്ടുപോകും? ഇത് പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ ഇതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ചു. കാരണം നമ്മുടെ ജീവിതം അതും നമ്മൾ നോക്കണം. ഇതിലൂടെയാണ് നമ്മൾ 2 പേരുമാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഇറങ്ങിയത്. ഈ വിജയിച്ചു വന്നാൽ ഒരു കൗൺസിലർ ആകുന്നതിനോടൊപ്പം നല്ലൊരു കച്ചവടക്കാരിയുമായി ഇനിയും ഇതിൽ കൂടുതൽ ഇവിടെയും ചെയ്യാൻ പറ്റും. വികസനങ്ങളും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ദൃഢവിശ്വാസം എന്നിലുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത ഒരാളാണ്. അപ്പോൾ ഏതായാലും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ജനങ്ങൾ അത്രയും ഒരു കൂടുതൽ കാര്യങ്ങൾ എക്സ്പെക്റ്റും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇനിയിപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ പോകുന്നത്? എന്തെങ്കിലും ഒരു ഐഡിയയിൽ എത്തിയിട്ടുണ്ടോ? നമ്മൾ വാർഡുകളിൽ ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെയാണ് അവിടുന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം? ഇവിടെ ഒരു വാർഡ് വിഭജനം കഴിഞ്ഞ ഒരു ഏരിയയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയത് തന്നെ ഈ പേരാച്ചിക്കുന്ന്, കച്ചേരിക്കുന്ന്, പൊക്കുന്ന്, ചിപ്പിളിപ്പാറ. അതായത് വളരെ ബുദ്ധിമുട്ട് നമുക്ക് എത്തിപ്പെടാൻ വരെ വളരെ പ്രയാസമുള്ള ഏരിയകളാണ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രചരണം കുറച്ച് ബുദ്ധിമുട്ടിലാണ്. നമ്മൾ കൂടുതൽ സമയം എടുത്തിട്ടാണ് നമുക്കൊരു റൗണ്ട് പൂർത്തിയാക്കാൻ പറ്റിയത്. പക്ഷേ എന്നാലും നമ്മൾ അവിടെ എത്തിച്ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പെട്ടെന്ന് ആരും എത്തിപ്പെടാത്ത ഉയരങ്ങളിൽ താമസിക്കുന്നവരുണ്ട്. ഈ പൊക്കുന്ന ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഉയരത്തിലാണ്. ആ വീടുകളിൽ ആളുകളുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ്. അവരിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നും പിന്നെ നമ്മുടെ അംഗനവാടി, പിന്നെ നമ്മുടെ നാടെന്ന് വെച്ചാൽ ഒരു കോർപ്പറേഷൻ വെള്ളം, നമുക്ക് നല്ലൊരു കിണർ ഇവിടെ ഉണ്ടായാലും നല്ലൊരു വെള്ളം കിട്ടാറില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പൈപ്പ് പൊട്ടി. ഇപ്പോൾ 2 ദിവസം മുന്നേ നമുക്ക് വെള്ളമില്ലായിരുന്നു. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരു നല്ല തീരുമാനം അതിൽ എടുക്കാൻ പറ്റുക എന്നുള്ളത് മൊത്തത്തിൽ എല്ലാവരും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലാക്കണം. അംഗനവാടികൾ അതുപോലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് അതിലേക്കും ഇറങ്ങി ചെല്ലണം എന്നാണ് എൻ്റെയും എൻ്റെ കൂടെയുള്ളവരുടെയും ആഗ്രഹം. ഷമീമ തികഞ്ഞ ആത്മവിശ്വാസത്തെ തന്നെയാണ്. ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം ലക്ഷ്മി പ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.